പക്ഷെ അടുത്തൊരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ ഇതിന്റെ കാരണങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഒരു മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ സംഭവിച്ചാൽ എപ്പോഴും പേഷ്യൻസ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് സംഭവിച്ചത്? ഓരോ സമയത്ത് നടക്കുന്ന മിസ്കാരേജിന്റെ കാരണങ്ങളും വ്യത്യസ്തമാണ്. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ നടക്കുന്ന ഒരു മിസ്കാരേജ് ആണെങ്കിൽ അതിന്റെ കാരണം മോസ്റ്റ്ലി ജനറ്റിക് ആണ്. അതായത് എന്തെങ്കിലും ഈ കുട്ടിക്ക് ഒരു ജനറ്റിക് പ്രോബ്ലം ഉള്ള ഒരു ബേബിയാണ് കൺസീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കാരണം അത് തനിയെ മിസ്കാരി ചെയ്തു പോവുകയാണ് ആദ്യത്തെ 3 മാസത്തിൽ. 3 മാസം കഴിഞ്ഞ് 4ാമത്തെ 5ാമത്തെ മാസത്തില് ചിലപ്പോൾ വേദന കൂടാതെ അങ്ങനെ പ്രസവിച്ചു പോകും, ഒരു മിനി പ്രസവം പോലെ അങ്ങനെ മിസ്കാരി ചെയ്ത് പോകുന്നതാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ മിസ്കാരേജസ്. അതിന്റെ കാരണം മോസ്റ്റ്ലി യൂട്രസിനോ ഗർഭപാത്രത്തിനോ അതോ സെർവിക്സിനോ ഉള്ള എന്തെങ്കിലും ഒരു ഡിഫോമിറ്റീസോ അല്ലെങ്കിൽ ബലക്കുറവോ കാരണമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. 7ാം മാസം അല്ലെങ്കിൽ 8ാം മാസമായിട്ട് പെട്ടെന്ന് കുട്ടിക്ക് അനക്കം നിന്ന് പോകുന്നതാണ് 3ാമത്തെ ഒരു ടൈപ്പ്. പ്ലാസന്റയുടെ പ്രോബ്ലംസ് ആണ് അതിന്റെ കാരണം. ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ കുട്ടിക്കുള്ള ആ ബ്ലഡ് സപ്ലൈയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഇൻട്രായൂട്രൈൻ ഡെത്ത് നടക്കുന്നത്. അതിന്റെ കാരണങ്ങളും വ്യത്യസ്തമാണ്. മിസ്കാരേജസ് അപ്സെറ്റിംഗ് ആണ്.